നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു ലൈബ്രറി ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ബുക്ക് എന്തായാലും വായിക്കണം. ബിക്കോസ് ലുക്ക് അറ്റ് മീ. രാത്രി 12 മണിക്ക് ശേഷം എന്ന് പറഞ്ഞ ഈ ബുക്ക് നിങ്ങൾ രാത്രി 12 മണിക്ക് ശേഷം വായിക്കുകയാണെങ്കിൽ റീഡ് അറ്റ് യുവർ ഓൺ റിസ്ക്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, സോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ബുക്കിനെ പറ്റിയാണ്. ഇത് കാണാവോ? ഇത് വായിക്കാവോ? തലകുത്തനെയാണോ? ഞാൻ വായിച്ചുതരാം. രാത്രി 12 ശേഷം, ഫ്രം അഖിൽ പി ധർമ്മജൻ. റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ ഓഥറാണ് അഖിൽ പി ധർമ്മജൻ. അപ്പോൾ ആ ബുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും വായിച്ചിട്ടുണ്ടാകും, പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. എവിടെ തുടങ്ങി ഇതെവിടെ അവസാനിച്ചു? വാട്ട് ഹാവ് യു ഡൺ മിസ്റ്റർ അഖിൽ പി ധർമ്മജൻ? വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് ബുക്ക്. ഇതിൽ മെയിൻ ക്യാരക്ടർ 2 പേരാണ്. അതിലൊരാളുടെ പേര് ഞാൻ പറയുന്നില്ല. ഒന്ന് വനിതാ സേവ്യർ. അപ്പോൾ ഈ വനിതാ സേവ്യർ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് നല്ല കൊടും മഴയത്ത് കാർ ഓടിച്ച് വരുമ്പോൾ വനിതയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. ആൻഡ് ആ ഇൻസിഡൻറ്റിനെ ചുറ്റിപ്പറ്റി വേറെ ഇൻസിഡൻറ്റ്സ് ഉണ്ടാകുന്നു. അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് പേരെ പരിചയപ്പെടുന്നു, അവരുടെ ബാക്ക് സ്റ്റോറി, അവരുടെ ലൈഫ്, അങ്ങനെ പോയി നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബുക്കാണിത്. ഇത് കുറേ പേർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ ക്യാരക്ടേഴ്സുമായിട്ട്, കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് നമുക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ കുറേ ലൊക്കേഷൻസ് പറയുന്നുണ്ട്. ഈ നമ്മുടെ എറണാകുളം കുറച്ച് ലൊക്കേഷൻ പറയുന്നുണ്ട്, വേറെ കുറച്ച് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അപ്പം റിയൽ ലൊക്കേഷൻസ് പറയുന്നുണ്ട് തന്നെ അങ്ങനെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് ഇത് ഇന്ന സ്ഥലമല്ലേ, ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, ഇത് ആ സ്ഥലമാണല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ വളരെ പതുക്കെ വായിക്കുന്ന ഒരാളായിരുന്നിട്ട് പോലും ബുക്കിൻ്റെ പകുതിയൊക്കെ എത്തിയപ്പോൾ ഞാനിങ്ങനെ സ്പീഡിൽ വായിക്കാൻ തുടങ്ങി. ഇങ്ങനെ സ്പീഡിൽ. കാരണം എനിക്കിതിൻ്റെ ലാസ്റ്റ് എന്താണ്, അവസാനം എങ്ങോട്ടാണ് പോണേ, ലൈക്ക് ലാസ്റ്റ് എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്പീഡിൽ വായിക്കാൻ തുടങ്ങി ഒരു പോയിന്റ് ഓഫ് ടൈം. ഭയങ്കര കട്ടി വേർഡ്സും കാര്യങ്ങളൊന്നും വെച്ചിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബുക്കല്ല. കാരണം എനിക്ക് അങ്ങനത്തെ ബുക്ക്സ് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ ഭയങ്കര കാവ്യാത്മകമായ ബുക്കുകൾ വായിച്ച് മനസ്സിലാവാത്തവർക്ക് പറ്റിയ ബുക്കാണ്. അവിടെ ഇവിടെയൊക്കെ ചില കാവ്യാത്മകമായിട്ടുണ്ട്, ബട്ട് ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ, മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ഭയങ്കര രസമാണ്. പിന്നെ രാത്രി നിന്ന് വായിക്കുമ്പോൾ ഈ പ്രേത സിനിമകളൊക്കെ കാണുമ്പോൾ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ രാത്രി നിന്ന് വായിക്കുമ്പോൾ സൂക്ഷിക്കുക, പേടിയാവും. ഡെഫിനറ്റ്ലി പേടിക്കും. നമ്മളൊരു സിനിമ കാണുന്നതിനെ കാട്ടി എഫർട്ടാണ് ബുക്ക് വായിക്കുമ്പോൾ. എനിക്കിത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് റൂമിൽ ഒറ്റയ്ക്ക് എടുക്കാൻ പേടി. ആരുടെ ഞാൻ പറഞ്ഞില്ല, ഇത് നാട്ടുകാർ മൊത്തം. ഈ ബുക്ക് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ചില എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി തോന്നും. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതുമാണ്, പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. എങ്ങാനും ഈ ബുക്കിലുള്ളത് പോലെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ സമാധാനം അങ്ങ് പോകും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. നിങ്ങളും ചെയ്യാതിരിക്കുക. എന്തിനാണ് നമ്മൾ ഉള്ള സമാധാനം കൊണ്ട് കളയുന്നത്? ബുക്ക് വായിച്ചവർക്ക് മനസ്സിലായി കാണും, വായിക്കാത്തവർക്ക് പോയി വായിക്കൂ എന്താണെന്ന് മനസ്സിലാക്കാം. ആൻഡ് നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, മനസ്സിലായതല്ല, നിങ്ങൾക്ക് എന്തോ തോന്നിയത്, ലൈക്ക് വാട്ട് ഡിഡ് യു ഗെറ്റ്, വാട്ട് വാസ് യുവർ ഫീലിംഗ് ആഫ്റ്റർ റീഡിങ് ദിസ് ബുക്ക് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ബുക്ക് പോലത്തെ ബുക്ക്സ് വായിച്ചിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബിലോ. ഞാൻ വീണ്ടും ബുക്ക് വായിക്കാൻ നിങ്ങളെന്നെ പ്രേരിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ബുക്ക് വായിച്ച് സ്വന്തമായൊരു ബുക്ക് എഴുതാനുള്ളൊരു സ്ഥിതിയിലേക്ക് ഞാൻ എത്തട്ടെ, അല്ലേ? ഇപ്പം തന്നെ അക്ഷരസ്ഫുടത എനിക്കില്ല. സ്ഥിതി എന്നാണ് പറയേണ്ടത്, സ്ഥിതി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തോ ആവട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.